നമസ്കാരം. മുഖ്യമന്ത്രിയാകാനുള്ള തർക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഹൈക്കമാൻഡിന്റെ വിലക്കുകളെ മറികടന്നുകൊണ്ട് വി.ഡി. സതീശൻ പക്ഷം പ്രതിഷേധങ്ങൾ തുടർന്നിരുന്നു. എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ 5 ജില്ലകളിൽ വി.ഡി. സതീശന് വേണ്ടി അണികൾ എന്ന് പറയുന്നവർ രംഗത്തിറങ്ങിയത്. അത് അണികളാണോ അതോ കൂലി പ്രതിഷേധക്കാരനാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തായാലും കേരളം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത പ്രതിഷേധങ്ങൾ സതീശന് വേണ്ടി വന്നതോടെ ഹൈക്കമാൻഡ് നിലപാട് ഘടിപ്പിക്കുകയും അണികളെ ശാന്തരാകുവിൻ എന്ന് സതീശന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടേണ്ടി വരികയും ചെയ്തു. കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ടും പലയിടങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന കെ.സിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഫ്ലെക്സ് ബോർഡുകൾ കീറി എറിയുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി എന്നുള്ളതാണ്. വി.ഡി. സതീശന് വേണ്ടി അണികൾ നടത്തുന്ന പ്രകടനങ്ങൾ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മുമ്പൊരിക്കലും കേരളം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ നാണക്കേട് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം തന്നെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ നടത്തരുത് എന്ന് കെ.സി. വേണുഗോപാൽ നേരിട്ട് DCC അധ്യക്ഷന്മാരോടും KPCC അധ്യക്ഷനോടും ആവശ്യപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും കെ.സി. വേണുഗോപാലിന് വേണ്ടി ആരും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചില്ല. അത് വലിയ ഒരു ആശ്വാസമാണ്. പലയിടങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു എന്നുള്ളത് ഒരു വാസ്തവവും തന്നെയാണ്. അച്ചടക്കം പാലിക്കണമെന്നും നാണക്കേട് ഉണ്ടാക്കരുതെന്നും നേതാക്കളോട് വേണുഗോപാൽ നേരത്തെ തന്നെ വിലക്കി എന്നാണ് വിവരം. സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകാൻ പോലുമുള്ള സാമ്പത്തിക അവസ്ഥ കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണത്തിനായി സ്ഥാനാർത്ഥികൾക്ക് ഫണ്ട് എത്തിച്ചു കൊടുത്തത് വേണുഗോപാലായിരുന്നു അത്രേ. അതുകൊണ്ടാണ് കൂടുതൽ MLA-മാരും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. സംസ്ഥാനത്തിന് ആവശ്യമായ ഫണ്ട് വിഹിതങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാൻ ഡൽഹിയിൽ ഏറെക്കാലം പ്രവർത്തിച്ച വേണുഗോപാലിന് കഴിയുമെന്നും ചിലർക്ക് പ്രതീക്ഷയുണ്ട്. ആ ഒരു കണക്കുകൂട്ടലും കൂടി വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള ദൂരം കുറയ്ക്കുകയാണ്. കാരണം വർഷങ്ങളായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന വേണുഗോപാലിന് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ സൗഹൃദം ഗുണം ചെയ്യുമെന്നാണ് പലരുടെയും പ്രതീക്ഷ. വി.ഡി. സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് PR വർക്കാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായൊരു കാര്യമാണ്. ഈ PR വർക്ക് തുടങ്ങിയത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല. മാസങ്ങൾക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. അതിൻ്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ മനോരമയും മാതൃഭൂമിയും നടത്തിയ സർവേകളിൽ സതീശൻ മുന്നിൽ വന്നത്. ഫലം അറിഞ്ഞതിനു ശേഷമായിരുന്നു ഈ സർവേ ഫലം പുറത്തു വന്നിരുന്നതെങ്കിൽ കുറച്ചെങ്കിലും വിശ്വസിക്കാമായിരുന്നു. എന്തായാലും വി.ഡി. സതീശൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന നാണം കെട്ട പണി KC യും RC യും കാണിക്കാത്തത് പാർട്ടിയോടുള്ള കൂറുകൊണ്ട് തന്നെയായിരിക്കണം.